ഹലോ ഗൈസ്, ഇന്നൊരു യാത്ര ഫാമിലി ആയിട്ട് നമ്മൾ ആര്യങ്കാവ് അമ്പലത്തിൽ പോകുന്നു. രാവിലെ തന്നെ എല്ലാവരും പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. ഇന്ന് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും ചെറിയൊരു വ്ളോഗാണ്, കണ്ടിട്ട് വരാം. അങ്ങനെ യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് വല്ലതും കഴിക്കാമെന്ന് പറഞ്ഞ് കൊട്ടാരക്കര തന്നെ ഒരു ഹോട്ടലിലേക്ക് കയറി, പൂർണ്ണപ്രകാശിൽ. അവിടുന്ന് മസാല ദോശയൊക്കെ മേടിച്ച് കഴിച്ച് എന്നിട്ട് അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോകുന്നത് ഇന്ന് ആര്യങ്കാവിലോട്ടാണ്. അങ്ങനെ നല്ല വഴി, തെന്മല വഴി തമിഴ്നാട്ടിൽ പോകുന്നത് നല്ല റൂട്ടാണ്, നല്ല സമാധാനമുള്ള റൂട്ടാണ്. കുറേ യാത്ര ചെയ്തപ്പോഴത്തേക്ക് തെന്മല ലുക്കോട്ടി എത്തി. കുറച്ച് സമയം ഇവിടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇന്ന് ഞങ്ങൾ ഇറങ്ങിയത് കൃഷ്ണ ജയന്തിയുടെ അന്നായിരുന്നു. അതുകൊണ്ട് രാവിലെ വലിയ തിരക്ക് തുടങ്ങി വരുന്നേ ഉള്ളൂ. ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കാണാനൊക്കെ. ഞാൻ ഇവിടെ ഞാൻ ടോപ്പിലോട്ട് കയറി. അവിടെയും കാണുന്ന ഒരേപോലെ തന്നെ, പക്ഷേ കുറച്ച് ഹൈറ്റിൽ നിന്ന് കാണാൻ പറ്റും. അടിപൊളി ഡ്രസ്സാണ്. സ്റ്റെപ്പൊക്കെ കയറാൻ അടിപൊളിയായി. ഇത് റൗണ്ട് സ്റ്റെപ്പൊക്കെ. പിന്നെ അവിടെ കുറേ നേരം നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് പിന്നെ 13 കണ്ടറ പാലവും ഒക്കെ കണ്ട്. അവിടെയും അടിപൊളിയാണ്. ആൾക്കാരൊക്കെ വരുന്ന ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങി. ടോപ്പിലൊക്കെ ആൾക്കാർ കയറുന്നുണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് ആര്യങ്കാവ് അമ്പലത്തിലോട്ടാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കൗമാര ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ നമ്മളങ്ങനെ അമ്പലത്തിൽ ചെന്നപ്പം ഇറങ്ങുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് കറുപ്പ് സ്വാമിയും കറുപ്പയ്യ അമ്മയും കാണാൻ പറ്റും. പ്രതിഷ്ഠയുണ്ട് അവിടെ. അപ്പോഴത്തേക്ക് അമ്മയൊക്കെ അകത്ത് കൊടുക്കാനുള്ള എണ്ണയും ചന്ദനത്തിരിയൊക്കെ മേടിക്കുന്നുണ്ട്. ഇന്ന് മോളൊരുങ്ങി വന്നത് കൃഷ്ണൻ്റെ വേഷത്തിലാണ്. ഭയങ്കര ആഗ്രഹം. ഇത് ഒരു തമിഴ്നാട് സ്റ്റൈല് അമ്പലമാണിത്. കാരണം കേരള തമിഴ്നാട് ബോർഡറാണല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 50 വയസ്സ് മേലോട്ടുള്ള സ്ത്രീകൾക്കും 10 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ അമ്പലത്തിൽ കയറാൻ പറ്റത്തുള്ളൂ. ശബരിമല അതേ സിസ്റ്റം തന്നെ ഇവിടെ. അമ്പലത്തിൻ്റെ മുമ്പിലിവിടെ കല്ലടയാറ് ഒഴുകുന്നുണ്ട്. ഈ വെള്ളമൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പിള്ളേർക്ക് അവിടെ കുളിച്ചേ പറ്റൂ. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുളിപ്പിക്കാൻ വിട്ട്. എന്നാൽ കുളിച്ചവർ തിരിച്ച് കയറും. കളിച്ചങ്ങ് നിൽക്കും വെള്ളത്തിൽ. അങ്ങനെ കുറേ സമയം അവരെ വെള്ളത്തിൽ വിട്ട് തല നനച്ചില്ല വലുതായിട്ട്. പിന്നെ അവരെ തിരിച്ച് കയറ്റിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് നേരെ അമ്പലത്തിലോട്ട്. അമ്പലം റോഡ് നിരപ്പിൽ നിന്ന് ഏതാണ്ട് 35 അടി താഴ്ചയിൽ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നല്ല രസം. അമ്പലത്തിൻ്റെ മുറ്റത്തായാലും ഫുള്ള് മണലൊക്കെ വിരിച്ചേക്കുമല്ലേ. അതുകൊണ്ട് പിള്ളേർക്ക് ഓടിക്കളിക്കാനും അവർക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ വന്നിട്ട് ഭയങ്കര എനർജി അവർക്ക്. അങ്ങനെ ആ മണ്ഡപത്തിലോട്ട് കയറി ഇവിടെ കുറേ സമയം ഇരുന്ന് ഞങ്ങൾ. കാരണം നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ. മോൻ്റെ ഒരു നേർച്ചയായിട്ട് വന്നത്, ചേട്ടൻ്റെ മോനൊരു നേർച്ചയുണ്ട് മണി കെട്ടുന്നതിൻ്റെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നത്. നേരത്തെ പറഞ്ഞ നേർച്ചയാണ്. അന്നേരം കുറേ സമയം ഇരുന്നിട്ട് ഞങ്ങൾ റെസിപ്റ്റ് എഴുതി അകത്തോട്ട് കയറി. കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് ഒരു അരവണയും മേടിച്ച് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ കുറേ സമയം പിള്ളേർ പോകുന്നില്ല. കാരണം